916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം. ഒക്ടോബർ 21 മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഗംഭീര യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം സ്കൂൾ മാനേജർ CN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ PS ജയരാജ് അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് KB സുഭാഷ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ CK ബിജു, പ്രിൻസിപ്പൽ MS പ്രീതി എന്നിവർ പ്രസംഗിച്ചു. 29 കായിക താരങ്ങളാണ് ഈ വർഷം SNV സംസ്കൃത സ്കൂളിൽ നിന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇതിനോടകം തന്നെ നെറ്റ്ബോളിൽ അഭിനവും, ചെസ്സിൽ ഗിരിധറും, ത്രോബോളിൽ നന്ദയും, റോൾബോളിൽ ലക്ഷ്മി ചന്ദ്രയും, ഫുട്ബോളിൽ അലീന ജോളിയും ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുവാൻ അർഹത നേടി. ഈ വർഷം ദേശീയ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ പറവൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന വിദ്യാലയമാണ് നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ. എല്ലാ താരങ്ങളെയും പൂമാല അണിയിച്ചാണ് യാത്രയയപ്പ് നൽകിയത്. സംസ്ഥാന തലത്തിലേക്കും ഓൾ ഇന്ത്യ ലെവലിലേക്കും സെലക്ഷൻ കിട്ടിയിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ദിനമാണ്. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും വോളിബോളിലും ഫുട്ബോളിലും ചെസ്സിലും റോൾബോളിലും ഉൾപ്പെടെ എല്ലാ മേഖലയിലും വെന്നിക്കൊടി പാലിച്ചുകൊണ്ടാണ് സംസ്ഥാന തലത്തിലേക്ക് ഇത്രയേറെ കുട്ടികൾ ആദ്യമായാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവരെ നാം യാത്രയയപ്പ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ നമ്മുടെ ലക്ഷ്മി ചന്ദ്ര അടക്കം ദേശീയ കായിക മേളയിലേക്ക് പങ്കെടുക്കുവാൻ അർഹത നേടിയപ്പോൾ ബാക്കിയുള്ള ചുണക്കുട്ടന്മാർ തിരുവനന്തപുരത്ത് പോയി ദേശീയ തലത്തിലേക്ക് പോകുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളോടും കൂടിയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ലക്ഷ്യവും കണ്ടുകൊണ്ട് വേണം ഇവരെ നമുക്ക് പറഞ്ഞയക്കാൻ. അതോടൊപ്പം ഇവിടെ ഈ ചടങ്ങ് നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികളെല്ലാം വിദ്യാലയത്തിൽ ഒരു സ്പോർട്സ് എന്ന ആശയം നെഞ്ചിലേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഓട്ടമായാലും ചാട്ടമായാലും ഹൈ ജമ്പായാലും വോളിബോളായാലും ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ഇവിടുത്തെ കായിക അധ്യാപകരോടും ക്ലാസ് ടീച്ചറിനോടൊക്കെ പറഞ്ഞ് നമുക്ക് ഈ വിദ്യാലയം ഒരു സ്പോർട്സിന്റെ വേദിയാക്കി മാറ്റുവാൻ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന വിദ്യാലയം പറവൂരിലെ നമ്മുടേതാണ്. അത് ഈ വർഷം ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുകയാണ്. 29 പേർ സംസ്ഥാന സ്പോർട്സിൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന വിദ്യാലയം 29 പേര് സംസ്ഥാനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പറവൂരിൽ മറ്റൊരു വിദ്യാലയത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് വോളിബോളിൽ മാത്രമല്ല, ഫുട്ബോളില് അങ്ങനെ കുറേയധികം ഇനങ്ങളിൽ വ്യത്യസ്തങ്ങളായ എല്ലാ ഇനങ്ങളിലും വിജയം നേടിയിട്ടുള്ള കുട്ടികളുണ്ട്. മാത്രമല്ല 4 കുട്ടികൾ, അതില് 4 കുട്ടികൾ ഓൾറെഡി ദേശീയ ഗെയിംസിൽ നാഷണൽ വിന്നേഴ്സ് ആയിട്ടുണ്ട്. അതിലൊന്ന് ലക്ഷ്മി ചന്ദ്രയാണ്, മറ്റൊന്ന് ഗിരിധർ ചെസ്സില്, നെറ്റ്ബോളില് അഭിനവ്, അലീന ജോയ് ഫുട്ബോൾ. ഈ 4 പേര് നാഷണൽ വിന്നേഴ്സ് ആണ്. നമ്മുടെ വിദ്യാലയം എന്ന ഏറെ സന്തോഷത്തിന്റെ നിറവിലാണ്. കേരളത്തില് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന മത്സരങ്ങളിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി, കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ ഇനങ്ങളിലായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് 29 കുട്ടികളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സെലക്ഷൻ ലഭിച്ചത് ആരെങ്കിലും ഇങ്ങനെ നറുക്കിട്ട് പേരെടുത്തത് കൊണ്ടല്ല. അവർ കഠിനമായിട്ട് അധ്വാനിച്ച് അവർ പ്രവർത്തിക്കുന്ന മേഖലകളില് മികവ് തെളിയിച്ച് 1ാം സ്ഥാനത്തേക്ക് എത്തിയത് കൊണ്ടാണ് അവരെ
നമ്മുടെ സംസ്ഥാന തലത്തിലേക്കും പ്രത്യേകിച്ച് 4 പേര് നാഷണൽ ലെവലിലേക്കും സെലക്ട് ചെയ്തിട്ടുള്ളത്. നോർത്ത് പറവൂർ സബ് ജില്ലയിലും ആലുവ സബ് ജില്ലയിലും കൂടി എടുത്താൽ പോലും 29 കായിക താരങ്ങളെ വിടുന്ന സ്കൂള് നമ്മളാണ് ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ സംസ്ഥാന തലത്തിലോട്ട് വിടുന്നത്. ഈ 2 സബ് ജില്ലയെ നോക്കിയാൽ അപ്പോൾ നമ്മുടെ തൊട്ടു പുറകിലുള്ള സ്കൂളിന് 25 പേരുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കൂളിന് ഏറ്റവും ഒരു മികച്ചതാകാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും വിനിയോഗിക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബ്രൈറ്റ് ഗോൾഡ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ? 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. 30 വർഷത്തെ വിശ്വസ്തത, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം. ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം. 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. കഴിഞ്ഞ 30 വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ. 30 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ്, പടിഞ്ഞാറേനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം, കൊടുങ്ങല്ലൂർ. കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം.